ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോൾഡിൻ്റെ അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ചാനൽ വഴി നമ്മൾ ഗോൾഡ്, യൂറോ, GBP, AUD അങ്ങനത്തെ മിക്ക ഫോറക്സ് പെയർസിൻ്റെയും അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നിലവിൽ നമ്മൾ യൂറോയുടെയും USD, JPY, ഗോൾഡ് ഇത് മൂന്നിൻ്റെയാണ് ഷെയർ ചെയ്തത്. സോ ഞാൻ ട്രേഡ് ചെയ്യുന്ന എല്ലാ പെയറിൻ്റെ മാർക്കറ്റ് അപ്ഡേറ്റും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം വോളിയുള്ള മിക്ക ഫോറക്സ് പെയറിൻ്റെ അപ്ഡേറ്റും നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കാം ഡെയിലി. ഓക്കെ, നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ല. കാരണം നിങ്ങൾക്കറിയാം, ഡിസംബർ മന്ത് എൻഡിലേക്ക് നിങ്ങൾക്ക് വോളിയം മാർക്കറ്റ് വളരെ കുറവായിരിക്കും. അതോടൊപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് മാർക്കറ്റ് എന്താവില്ല, മൂവ് ആവില്ല. ഓക്കെ, നമ്മൾ SL എടുത്തിട്ടായിരിക്കും കൂടുതൽ മാർക്കറ്റ് മൂവ് ആവുക. സോ SL ഹണ്ട് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്തിരുന്നത് അപ്ഡേറ്റ് ഒന്ന്. ഓക്കെ, സോ നമുക്ക് ടെലഗ്രാം ചാനൽ ഉണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട് അപ്ഡേറ്റ്, അതായത് ഫ്രീ ആയിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ മാർക്കറ്റ് അപ്ഡേറ്റ് ടെലഗ്രാമിലും കൂടെ ഷെയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമ്മളെന്ന് പറയുന്നത് ഗോൾഡിൻ്റെ ഒരു അടുത്ത മൂവ്മെൻറ്റ് എന്തൊക്കെയായിരിക്കുന്നതാണ് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ. ഓക്കെ, പിന്നെ ഈ വീഡിയോന് ശേഷം ഒരു 1-2 വീഡിയോയുടെ വരും. അതൊന്ന് മിക്കവാറും ഈ വീഡിയോന് ശേഷം യൂറോയുടെയും GBP, AUD ഒക്കെ ഒരു അപ്ഡേറ്റ് വരും. അതിനുശേഷം GPY മറ്റ് കുറച്ച് പെയറിൻ്റെ അപ്ഡേറ്റും കൂടെ വരും. ഓക്കെ, സോ ഒരു 3 വീഡിയോയ്ക്ക് വരും. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. അതായത് ഡെയിലി ഇപ്പോൾ എനിക്ക് ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഗോൾഡിൽ ആ ട്രേഡ് എന്തുകൊണ്ട് എടുത്ത് അവിടെ ഒരു ടാർഗറ്റ് വെക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ പറ്റുമെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം വിട്ടിട്ടോ നമ്മൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ നമ്മൾ ട്രേഡ് ചെയ്യുന്ന SMC എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അതായത് കുറഞ്ഞ റിസ്കിൽ കൂടുതൽ റിവാർഡ് എടുക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ റിസ്ക് റിവാർഡ് മിനിമം ഒരു 1:4 എങ്കിലും ഞാൻ എടുക്കും. അതായത് $10 റിസ്ക് ഒക്കെ ആണെങ്കിൽ $40 പ്രോഫിറ്റ് എടുക്കുന്ന രീതിക്കാണ് മിനിമം ചെയ്യുക. ഓക്കെ, മാക്സിമം എന്നുള്ളൊരു ലിമിറ്റ് ഇല്ല, 20, 30, 40 ഒക്കെ പോകും. ഓക്കെ, അത് നമ്മൾ എടുക്കുന്ന ട്രേഡിൻ്റെ സെറ്റപ്പ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഗോൾഡിൻ്റെ അപ്ഡേറ്റിൽ പോവാം. അപ്പോൾ കഴിഞ്ഞ മതം നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്റ്റിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 4 hour എടുത്താൽ പോലും ഈ ഒരു ഇയർ മൊത്തം അപ് ട്രെൻഡ് തന്നെ ആയിരുന്നു. ഓക്കെ, സോ അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ബൈ എന്ന് പറയുന്ന സെറ്റപ്പ് എവിടെ കിട്ടും നോക്കാം. പിന്നെ സെല്ല് നിങ്ങൾ എവിടെ, അതായത് എന്തൊരു സെറ്റപ്പ് കിട്ടുമ്പോഴാണ് സെല്ല് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ 4 hour ഒരു ചെറിയൊരു മൈനർ ലോ ഉണ്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് 4 hour ഒരു ലോ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ മാർക്ക് ചെയ്തല്ലോ, ഈ 44-29 റേഞ്ചിൽ ലോ ഉണ്ട്. സോ ഈ ഒരു ലോ മാർക്കറ്റ് ഫസ്റ്റ് ബ്രേക്ക് ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് സെല്ല് എന്താ ചെയ്യാൻ പറ്റും. അതായത് 4 hour സെല്ലിലേക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് ആവുള്ളൂ. ഓക്കെ, സോ ഇവിടെ മാർക്കറ്റ് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽ നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ല് നോക്കാം. ഇവിടെ സെല്ല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് വെക്കാം. ഓക്കെ, സോ ഇവിടെ വരെ ടാർഗറ്റ് വെക്കാം. ഈ ഇവിടെ ഡിമാൻഡ് ഉണ്ട് 4 hour. ഓക്കെ, സോ ഈ ഒരു 4 hour ഡിമാൻഡ് അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സായി മുകളിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് 4 hour വ്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചെറിയ ടൈം ഫ്രെയിം 50 മിനിറ്റ് നോക്കാം. 50 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം 4 hour നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട് കാണാൻ പറ്റും, ഇവിടെ ഒരു ഡിമാൻഡ് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഡിമാൻഡും എന്താ പറയുക, വർക്കാവാൻ ചാൻസ് ഉള്ള പ്രോബിലിറ്റിയുടെ ഡിമാൻഡ് തന്നെയാണ്. 43.50 ഈ ഒരു ഡിമാൻഡിലൊക്കെ വരുമ്പോൾ നിങ്ങൾ കൺഫർമേഷൻ നോക്കി മാത്രമേ ബൈ ഓർ സെല്ല് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അല്ലെങ്കിൽ SL ട്രിഗർ ആവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളെ സെറ്റപ്പ് എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ബൈ ഓർ സെല്ല് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 50 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റിൽ മാർക്കറ്റ് അപ് ട്രെൻഡാണ് പോകുന്നത്. അപ്പോൾ 50 മിനിറ്റ് സെല്ല് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലോ, അതായത് ഇവിടുന്ന് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ സെല്ല് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെല്ല് ഒഴിവാക്കുക. ഓക്കെ, ബൈ മാത്രം നോക്കുക. അപ്പം ബൈ നമ്മൾ നോക്കുമ്പം നമുക്കിതിലിപ്പം ബൈ ചെയ്യാൻ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നിലവിൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ റിയാക്ട് ചെയ്തത് ഈ ഒരു ഡിമാൻഡാണ്. ഓക്കെ, കാണാൻ പറ്റും 30 മിനിറ്റ് എടുത്താൽ ഇവിടെ ഡിമാൻഡ് കാണാൻ പറ്റും. സോ ഈ ഒരു ഡിമാൻഡിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സോ മുകളിൽ പോയിട്ട് ബോഡി ക്ലോസ് ചെയ്തു. 30 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബോഡി ക്ലോസ് ചെയ്തു. സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റ്. ഓക്കെ, സോ ലോ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. ഇതുവരെ ഒരു ശല്യമുള്ള ഒരു കൺഫർമേഷൻ മാർക്കറ്റ് തന്നിട്ടില്ല. ഓക്കെ, അപ്പം മേ ബി നമുക്ക് ഏഷ്യൻ സെക്ഷൻ ഓപ്പൺ ആകുമ്പം, അതായത് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് എൻ്റെ പുഷ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. ഓക്കെ, ഏഷ്യയിൽ മുകളിലേക്ക് മാർക്കറ്റ് പുഷ് ചെയ്തതിനു ശേഷം മേ ബി ലണ്ടനിലെങ്ങാനും ഒന്ന് റിവേഴ്സലായിട്ട് ഈ ഒരു സംതിങ് ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് ന്യൂയോർക്ക് സെക്ഷനിൽ തിരിച്ച് മുകളിലേക്ക് തന്നെ പോകാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് കാണുന്നുണ്ട്. അത് തിരിച്ചും സംഭവിക്കാം. അതായത് മേ ബി നമുക്ക് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്, പക്ഷേ ഇതൊരു വർക്കാവുമെന്നറിയില്ല. കാരണം ഈ ഒരു സപ്ലൈ മാർക്കറ്റ് മെല്ലെ റിയാക്ട് ചെയ്തിട്ട് ഏഷ്യ
ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോയിട്ട് ലണ്ടനിൽ മാർക്കറ്റ് എന്താ പറയുന്നത് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ലണ്ടൻ സെക്ഷനിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് തന്നെ പോയിട്ട് ന്യൂയോർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ സെയിം ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയും വരാം. അപ്പോൾ ഇത് രണ്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ സെഷൻസ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, നമ്മൾ ഈ ഒരു വ്യൂവിൽ ഈ ഒരു ഡിമാൻഡ് പറഞ്ഞു ഓൾറെഡി മിറ്റിഗേറ്റ് ആയിന്ന്. സോ ഈ ഒരു ഡിമാൻഡ് ഈ പച്ച ലൈൻ, ഓക്കെ, സോ ഇത് നമ്മൾ 5 മിനിറ്റ് എടുത്താലും നമുക്ക് 5 മിനിറ്റ് ലോബി ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ് എന്ന് കാണാൻ പറ്റും. 5 മിനിറ്റ് ലോബി നോക്കുകയാണെങ്കിൽ ഓൾറെഡി മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ മിറ്റിഗേറ്റ് ആണ് ഈ ലോബി. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഇവിടേക്ക് തിരിച്ച് വരാൻ ചാൻസ് കുറവാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ എവിടെ എവിടെയെങ്കിലും ബൈ നോക്കുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ബൈ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതാണ് ഫിബ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ 50% താഴെ. ഓക്കെ, സോ ഇതിൻ്റെ താഴെ ഈ ഒരു ലൈനിൻ്റെ താഴെ ബൈ നോക്കുന്നതാണ് നല്ലത്. കാരണം ഇത് മൊത്തം ലിക്വിഡിറ്റിയാണ്. കാരണം ഇത് കംപ്ലീറ്റ് ലിക്വിഡിറ്റി മൂവ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നത് മൊത്തം. ഓക്കെ, അപ്പോൾ അത് ലിക്വിഡിറ്റി ആയിട്ട് മാർക്കറ്റ് എടുത്തിട്ട് ഈ ഒരു ഗ്രീൻ ലൈൻ അതായത് 44.92 താഴെ മാർക്കറ്റ് വരും. അതിനുശേഷം ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നെങ്കിൽ മാർക്കറ്റ് വർക്കാവാൻ ചാൻസ് ഉണ്ട്. ഒന്നൊരു വിക്ക് അവിടെ അവൈലബിൾ ആണ്, ഒരു 5 മിനിറ്റ് വിക്ക് അവൈലബിൾ ആണ്. സോ വിക്കൊക്കെ വർക്കാവും. ഓക്കെ, സോ ഇങ്ങനൊരു വിക്ക് അവൈലബിൾ ആണ്. മേ ബി ഇവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് തന്നെ പോവാം. ഞാൻ പറഞ്ഞ പോലെ ലണ്ടൻ സെക്ഷനിൽ തിരിച്ച് മുകളിലേക്ക് തന്നെ പോവാം. അല്ലെങ്കിൽ എക്സ്ട്രീമിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡിമാൻഡ് കാണുന്നില്ല. എന്നാൽ കൂടെ നമുക്കിവിടെ ഒരു നല്ലൊരു OB എന്ന് പറയാൻ ഒക്കെ മിറ്റിഗേറ്റ് ആയ OB തന്നെയാണ് കാണുന്നത്. ഓക്കെ, സോ 1 മിനിറ്റ് എടുത്താലും പിന്നെ 1 മിനിറ്റിലേക്ക് OB നിങ്ങൾക്ക് വർക്കാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഓർഡറൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് 1 മിനിറ്റ് OB ഉണ്ട്. സോ ഇവിടെ കാണാൻ പറ്റും പ്രോപ്പറായിട്ടൊരു OB കാണാൻ പറ്റും. താഴെ ഒരു OB ഉണ്ട്, മുകളിലുണ്ട്. സോ ഇതൊരു ഫ്ലിപ്പ് OB ആയിട്ട് എടുക്കാം. ഓക്കെ, ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സോ ഇതൊരു OB ആണ്. ഓക്കെ, സോ ഫ്ലിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു ഡിമാൻഡ് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഡിമാൻഡ് റിയാക്ഷൻ വന്ന ഏരിയ ആണ് ഈ ഫ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് കാണാൻ പറ്റും ഈ ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു ഡൗൺ മൂവ്മെൻറ്റ് കാണിച്ചു. ലാസ്റ്റ് ആയിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലിന് ശേഷം ബാക്കിയുള്ള 2 ക്യാൻഡിൽ നല്ല വോളിയത്തോടെ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്തു. ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഒരു സപ്ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ആ സപ്ലൈയിൽ റിയാക്ഷൻ വന്നതിന് ശേഷം ആ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ബ്രേക്ക് ആവുകയാണെങ്കിൽ അവിടെ വരുന്ന ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ ഏതാണോ മീൻസ് ഇംബാലൻസ് ഉള്ള ഒരു OB ഏതാണോ അത് നമുക്കൊരു ഫ്ലിപ്പ് സോണായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സോണുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് എൻട്രി നോക്കാം, റിസ്ക് ട്രേഡേഴ്സിന് നോക്കാം. ഓക്കെ, പക്ഷേ അത് 100% വർക്കാവുന്ന ചാൻസ് ഇല്ല. ചിലപ്പോൾ SL അടിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു OB ഇങ്ങനെ ഉണ്ട് 5 മിനിറ്റ്. അപ്പോൾ മേ ബി ഇവിടെ വരാം മാർക്കറ്റ്. സോ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര ഏരിയയാണ് മാർക്കറ്റിൽ വർക്കാവാൻ കാണുന്ന ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ നോക്കിയതിന് ശേഷം എൻട്രി എടുക്കാം. ഓക്കെ, എൻ്റെ കൺഫർമേഷൻ എന്ന് പറയുമ്പം പല ടൈപ്പ് ഉണ്ട്. ഞാൻ പല ടൈപ്പ് കൺഫർമേഷൻ നോക്കാറുണ്ട്. എക്സാക്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഡിമാൻഡ് ടാപ്പ് ചെയ്തു. ഇങ്ങനെ ഡിമാൻഡ് ടാപ്പ് ചെയ്തതിന് ശേഷം റീസെൻ്റ് ആയിട്ടൊരു സപ്ലൈ ഉണ്ടാവും. ആ സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് OB അല്ലെങ്കിൽ ഇംബാലൻസോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചൊരു ഫ്ലിപ്പ് സോൺ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ബൈ ചെയ്യുക. ഓക്കെ, ബൈ ചെയ്തിട്ട് നിങ്ങൾ ടാർഗറ്റ് എവിടെയാണോ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ കോൺസെപ്റ്റ്, ഞാൻ ചെയ്യുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുക. സോ ഡിസിപ്ലിനാണ് മെയിൻ. നിങ്ങൾ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് വരുന്നതിന് വെയിറ്റ് ചെയ്യണം. വന്ന് അവിടെ എപ്പോഴാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾ വെച്ച റൂളുണ്ടാവും. ഇന്ന കൺഫർമേഷൻ വന്നാലേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എടുക്കില്ല എന്നുള്ള റൂളുണ്ടാവും. ആ റൂള് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. സോ എല്ലാ റൂളും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എൻട്രി പോവുക. ഓക്കെ, എപ്പോഴൊന്നും എല്ലാ റൂളും മീറ്റ് ആവില്ല. എന്നാൽ കൂടെ ഒരു 50% എങ്കിലും നിങ്ങൾ വെച്ച റൂൾ മീറ്റ് ചെയ്യേണ്ടത് നോക്കുക. എന്നിട്ട് മാത്രം ഒരു എൻട്രി എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ എൻട്രി ഒഴിവാക്കുക. എപ്പോഴാണോ നിങ്ങൾ വിചാരിച്ച സെറ്റപ്പ് വരുന്നത് ആ ഒരു സെറ്റപ്പ് വരുമ്പോൾ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അത് എല്ലാ സ്ഥലത്തും എൻട്രി എടുക്കണം. നമുക്ക് SL ആയിരിക്കും. സോ അത് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, സോ ഡെയിലി ട്രേഡ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഡെയിലി ഒരു സെറ്റപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സെറ്റപ്പ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സോ പുതിയ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഉള്ളിലൊന്നും പോയിട്ട് നിങ്ങൾ ബൈ ചെയ്തിരിക്കുക. അതായത് ഈ ഒരു കംപ്ലീറ്റും ഇത് ഫുൾ ഓഫ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയാണ് ഇത് മൊത്തം. സോ ഇതിനുള്ളിൽ പോയിട്ട് നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് SL കൺഫേം ആണ്. ഓക്കെ, സോ ഇവിടുന്ന് ബൈ മൊത്തം അവോയ്ഡ് ചെയ്യുക. ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ ഒന്നുകിൽ ഈ ഏരിയ ഇവിടുന്ന് ബൈ ചെയ്യാം, അല്ലെങ്കിൽ താഴെ വന്നിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഇത് ബൈ ചെയ്യാം. ഓക്കെ, ഇനി ഇത് മൊത്തം എന്താ പറയുക ഫെയിൽ ആവുകയാണ്. അതായത് ഞാൻ ഈ മാർക്ക് ചെയ്ത മൊത്തം ഏരിയ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് മൊത്തം ഏരിയ ഫെയിലായി. ഓക്കെ, ഈ മൊത്തം ഡിമാൻഡ് ഫെയിലായി. ഓക്കെ, ഈ ഒരു ലൈൻ കണ്ട ബ്ലാക്ക് ലൈൻ, അത് ഏകദേശം ഒരു 44, 20, 30 ആ റേഞ്ച് ഇവിടെ ബോഡി ക്ലോസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിമാൻഡ് ഉണ്ട്, ഇവിടെ
ഡിമാൻഡിൽ ചെറിയൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള സപ്ലൈ വരെ എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. പക്ഷേ റിസ്ക്കാണ്. എന്നാൽ കൂടെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ സെല്ല് നോക്കാം. ഓക്കെ, സെല്ല് നല്ലൊരു സപ്ലൈ ഉണ്ടെങ്കിൽ ആ സപ്ലൈയിൽ നിന്ന് സെല്ല് എടുത്തിട്ട് നിങ്ങൾക്ക് താഴെ വരെ ഹോൾഡ് ചെയ്യാം. താഴെ എന്ന് പറയുമ്പോൾ എവിടെ ഈ ഒരു ഡിമാൻഡ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. ഓക്കെ, സോ അത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾഡിലെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞ ഏത് ഏരിയ ഇപ്പോൾ സപ്ലൈ കിട്ടുകയാണെങ്കിലും ഡിമാൻഡ് കിട്ടുകയാണെങ്കിലും നിങ്ങളവിടെ കൺഫർമേഷൻ നോക്കുക. 1 മിനിറ്റോ 3 മിനിറ്റോ കൺഫർമേഷൻ നോക്കുക. എന്നിട്ട് സെല്ലർ ബൈയിൽ എൻ്റർ ആവുക, പ്രോപ്പർ SL ഒക്കെ വെക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഗോൾഡിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു, മാക്സിമം സാധാ നമ്മൾ ചെയ്യുന്ന പോലെ 1 വീക്ക് 2 വീക്ക് ലേറ്റാക്കി അപ്ഡേറ്റ് ചെയ്യേണ്ട, ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാർക്കറ്റിൽ വർക്കാവും. സോ നിങ്ങളെ സെറ്റപ്പ് അനുസരിച്ചിട്ട് ആ ഏരിയ ഈ മാർക്ക് ചെയ്ത് തന്ന ഏരിയയിൽ നോക്കുക മാർക്കറ്റ് വരുമെന്ന്. വന്നതിന് ശേഷം അവിടെ മാർക്കറ്റ് റിയാക്ഷൻ വരുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബൈ ചെയ്യാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സംടൈംസ് ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് വന്നു, നിങ്ങൾക്ക് എല്ലാ കൺഫർമേഷനും തന്നു, അതായത് നിങ്ങളെ എല്ലാ റൂൾസും മാർക്കറ്റ് മീറ്റ് ചെയ്തു, നിങ്ങളൊരു എൻ്റർ ഇട്ടു, അത് SL അടിച്ചു, അത് കുഴപ്പമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു SL അടിച്ച് കഴിഞ്ഞാൽ ചെറിയ ലോസാണ്. അത് അടുത്ത ട്രേഡിൽ എനിക്ക് ഇരട്ടി എന്താ പറയുക, റിസ്ക് ഒന്ന് കൂട്ടാതെ തന്നെ സെയിം റിസ്ക് തന്നെ എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 5-10 ട്രേഡൊക്കെ ഒരുമിച്ച് SL അടിച്ചാലും എനിക്ക് ഒറ്റ ട്രേഡ് കൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ലോസ് റിക്കവർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താ വെച്ചാൽ അതനുസരിച്ച് റിസ്ക് റോഡ് വെക്കുക. ഓക്കെ, സോ 1:2 ആണ്, അത് അങ്ങനെ വെക്കുക. 1:2.5 ആണ്, അങ്ങനെ വെക്കുക. സോ നിങ്ങൾ റിസ്ക് റോഡ് കറക്റ്റായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് ഒരു എൻട്രി എടുക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ആവുന്നതെന്ന്. അതിനുശേഷം ബാക്കി അപ്ഡേറ്റ് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൽ നടക്കാൻ സാധ്യത കാണുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെയുള്ള ഏരിയയിൽ നിന്ന് എൻട്രി നോക്കാം. സെല്ലാണെങ്കിൽ സെല്ല്, ബൈ ആണെങ്കിൽ ബൈ. ഓക്കെ, സോ അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.